പുലർക്കാലെ പൂവിളി കേട്ട് തിരുവോണം വരവായി അണിവൈര കൈവിരലാലേ അകതാരിൽ പൊൻതിരി വെച്ച് കരളിൽ ഓർമ്മയുടെ പഴയ താവഴി തനരികിൽ മഞ്ഞ കിളിപ്പാ പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ പൂവേ നാളേക്കൊരു വട്ടിപ്പൂതരണേ പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ നല്ലൊരു പാടിയല്ലേ എല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ജമന്തി തോട്ടങ്ങളുടെ നടുവിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കുട്ടികളുടെ പാട്ട്, അതുപോലെ തന്നെ ഈ ജമന്തി പൂക്കളുടെ മണങ്ങൾ, അതുപോലെ രസകരമായിട്ട് മഞ്ഞ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഓണം എങ്ങനെ അടിച്ചു പൊളിക്കണ്ടേ? ഓണം എങ്ങനെ ആഘോഷിക്കുക? ആ അതിനുമ്പ് എല്ലാവരുടെ പേര് പറഞ്ഞു നോക്കട്ടെ. ആരാധ്യ, വേദ, അനുശ്രീ, ഇവിടെ ജെനിശ്രീ AS. നിങ്ങൾ സിസ്റ്റേഴ്സാ? ആ ഇത് അഭിജ AS അല്ലേ? ഏറ്റവും ചെറിയ കുട്ടി ഇദ്ദേഹമാണ് അല്ലേ? എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഓണം ആഘോഷിച്ചത്? എങ്ങനെയാണ്? അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ആരാ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുത്തു തന്നെ? അമ്മയാണോ അച്ഛനാണോ ഓണക്കോടി എടുത്തെന്നോ? ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ പാടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നമുക്കറിയാം ഏറ്റവും കൂടുതൽ പുറം സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമുക്ക് അത്തവിടാൻ പൂക്കളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ആ അത്തത്തിനുള്ള പൂക്കളൊക്കെ നമുക്കിനി കിട്ടാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലത്തിന് നടുവിലായിട്ടുള്ള ഒരു സ്ഥലത്താണ്, പിരപ്പൻകാട് എന്ന് പറയുന്ന സ്ഥലം. തീർച്ചയായിട്ടും അതിസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളുടെ പാട്ടും കൂടെ ആയപ്പം അതിഗംഭീരം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി വാണിടും കാലം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കാഴ്ചകളുണ്ട്, ഇനിയും കാഴ്ചകൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ പോന്നോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഗണപതിയുടെ മണ്ണിലാണ്, കഥകളിയുടെ നാട്ടിലാണ്. ഒരു വലിയ ചരിത്രം തന്നെ കൊട്ടാരക്കരയെ കുറിച്ച് പറയേണ്ടി വരും. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ കഥകളിയുടെ ഈറ്റലും കൂടിയായിട്ടുള്ള കൊട്ടാരക്കര അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. ഈ കൊട്ടാരത്തിനെ കുറിച്ച് പറയാനാണെങ്കിലും 100-250 വർഷത്തെ പഴക്കമുണ്ട് ഈ കൊട്ടാരം. ഇതിലേക്ക് കയറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ ഒരു ചരിത്രഭൂമിയുടെ മണ്ണിൽ നിന്നുമാണ് ഫ്ലവേഴ്സ് ഓണരഥം തുടരാൻ പോകുന്നത്. ഗണപതി ഒന്ന് തൊഴുതു, ഒപ്പം ഗണപതി എനിക്ക് ഉണ്ണിയപ്പം തന്നു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഒരു രുചിയല്ല, ഇതൊരു ദൈവഭക്തിയോടുകൂടി കഴിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. IHRD and College of Applied Science Engineering കൊട്ടാരക്കര. വളരെ വളരെ സന്തോഷം. അപ്പോൾ നമുക്കിനി ഒരു നല്ലൊരു ഓണപ്പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഓണപ്പാട്ട് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ മലയാളികൾ ഓരോരുത്തരായിരിക്കും അല്ലേ? ഈ ഗാനം ആലപിക്കാനായിട്ട് ഇവിടെ ആദിത്യ വരൂ, ഒരു കൈയ്യടി പറട്ടെ പാടാനായിട്ട്. ടീമുണ്ടോ? എന്നാ വിളിച്ചോ, നമുക്ക് പാട്ടിലേക്ക് പോകാം. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര ഒരു ഓണപ്പാട്ടിലേക്ക് പോകാം. റെഡി? തകതൈയം താരാതൈ തൈ 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 തകതൈയം താരാതൈ
തേയ് 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 തക തെയ്യം താരാ തേയ് 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 തക തെയ്യം താരാ തേയ് തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ തിരുമുറ്റം പൂക്കളാലെ നിറയും പറനിറയേ ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാ വാ തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ തിരുമുറ്റം പൂക്കളാലെ നിറയും പറനിറയേ ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാ വാ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 7 പെൺപടയുടെ കൂടെ ഒരു ആൺതരി. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൈയടി ഇവർക്ക് കൊടുത്തോണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. അതെല്ലാവരും അറിയാമല്ലോ മാവേലി തമ്പുരാൻ ഉണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ഒരു പേര് ചോദിക്കാം, മാവേലിയുടെ പേരും ചോദിക്കട്ടെ. ആരോമൽ. മാവേലിക്ക് ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. ഗെയിംസ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഗെയിംസ് ഇപ്പോൾ നമ്മൾ ഗെയിംസിന് ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നൊരു 4 പേര് വരാമോ? അപ്പം ആദ്യം ഇവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാം. ഒരു റിംഗ് ഗെയിമാണിത്. അപ്പോൾ എൻ്റെ അടുത്ത് 2 പേരുണ്ട്, ഫ്രണ്ടിലോട്ട് വരൂ. 2 പേരും വരൂ. ഇനിയിപ്പോൾ എനിക്ക് 2 പേരും കൂടെ വേണം. കാര്യം എന്ന് വെച്ചാൽ ഈ ഗെയിമിന് 2 മല്ലന്മാരും 2 മല്ലത്തികളുമാണ് വേണ്ടത്. ഒരു കൈയടി പോരട്ടെ. വലിച്ചു പോട്ടെ. മിസ് പൊട്ടിച്ചു. പോരട്ടെ. ഡസൻ മാറ്റർ. നമുക്ക് എന്തായാലും ഒരാളെ ജയിക്കുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ ജയിച്ചിരിക്കാൻ 2 വിന്നർ എന്ന് വരാം. ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം, മിൽമയുടെ തന്നെ. ഇതുപോലുള്ള ഷർട്ട്സൊക്കെ ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ഏറ്റവും ഇതിൻ്റെ മെറ്റീരിയൽ അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പർബാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് തന്നെ വെച്ചോളൂ. അപ്പം 2 പേർക്കും അഡ്വാൻസിന് ഹാപ്പി ഓണം കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ ക്രൂവിൻ്റെ എല്ലാവരുടെ പേരിൽ ലാലേട്ട ഫാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കൈയടി പോരട്ടെ. ശൂരൻ പടയുടെ ചെമ്പടി കൊട്ടിക്കോളം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയെന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ വേലായുധാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇവിടെ ചേട്ടന്മാരുടെ എണ്ണം കുറവാണല്ലോ. മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ അറുപട വീട് ഇത് തിരുമലമേട് ഇനി അഗ്നിക്കാവടിയാടാൻ ഈ കനലിൽ നാടിയൊരുക്കണ്ടേ പടകൂട്ടാൻ ഇനി കൊട്ടടവട്ടം വീരാളിക്കോലം ചുറ്റിക്കോ മരമുണ്ടേ വാളും പരിചയുണ്ടേ
കൊഞ്ചടി കുറുമ്പി വേൽമുരുക ഹരോഹര ഹോ വേലായുധ വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. എറോ എറോ എറോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം നിങ്ങളിവിടെ കാണാൻ സാധിച്ചില്ല. അഴീക്കൽ ബീച്ചിലാണുള്ളത്. അപ്പോൾ ഓണമാകുമ്പോൾ പൊന്നോണമാണ്. നമുക്ക് കൈ നിറയെ സമ്മാനങ്ങൾ, ഓണക്കോടികൾ കിട്ടുന്ന രാവുകളാണ്, ഇരുദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരു വിശിഷ്ട വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ഇദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നിയമപരമായിട്ട് ഏറ്റവും കൂടുതൽ ന്യായവും നീതിയും ഇവിടെ പ്രകടിപ്പിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ ഒരു വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഓച്ചിറ സർക്കിൾ ഇൻസ്പെക്ടർ. ഒരു നിറഞ്ഞ കൈഡി കൊടുക്കാം. ഒരു ഹാൻഡ്സ് ലെറ്റ്സ് വെൽക്കം സുജാതൻ പിള്ള സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ വെൽക്കം സാർ. ആദ്യം തന്നെ ഹാപ്പി ഓണം ഞങ്ങളുടെ എല്ലാ പേരിൽ. അപ്പോൾ സാർ രണ്ടുമൊക്കെ സംസാരിക്കാം. ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവാം. നമ്മുടെ ഫ്ലവേഴ്സ് ഓണർദം ഇവിടെ എത്തിയിരിക്കുന്നത് അഴീക്കൽ ബീച്ചിലാണ്. അപ്പോൾ ഇത് കുറച്ച് നാൾ മുന്നേ ഇങ്ങനെയല്ല ഈ ഒരു ബീച്ച് കിടന്നത്. കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആയി, കുറേ നല്ല സഞ്ചാരികൾ ഇവിടെ വന്നു തുടങ്ങി. പറയൂ സാർ പ്ലീസ്. ഇത് ഫ്ലവേഴ്സ് 24 ചാനലിൻ്റെ ഓണരഥം എന്ന പ്രോഗ്രാമാണ്. അത് തിരുവനന്തപുരം മുതൽ അവർ കണ്ണൂർ വരെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓണം നിറങ്ങളുടെ ഉത്സവമാണ്, വിശ്വാസങ്ങളുടെ ഉത്സവമാണ്, കൂട്ടായ്മയുടെ ഉത്സവമാണ്, നന്മയുടെ ഉത്സവമാണ്, തിന്മയ്ക്ക് മേൽ നന്മ ജയിച്ചതിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മകൾ മാത്രം നിറയട്ടെ. ഈ ആഘോഷവേളയിൽ ഒരിക്കൽ പോലും, ഞാൻ പോലീസ് ആയതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, ഒരു അപകടവുമില്ലാത്ത ഒരു സുരക്ഷിതമായ ഓണം അത് എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും, നമ്മുടെ ഇവിടെ കൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. നന്ദി, നമസ്കാരം. 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും ഒരു സ്നേഹ സമ്മാനമാണ് സാറിന് തരുന്നത്. തിരുവോണത്തിന് നമ്മുടെ അക്കൗ ഷർട്ട് തന്നെ ഇടുമോ സാർ? തീർച്ചയായിട്ടും ഇതിട്ടിട്ട് സാർ നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച് സാർ. തീർച്ചയായിട്ടും ഒരു നല്ലൊരു കൈയടി ആയിക്കോട്ടെ അദ്ദേഹത്തിന്. താങ്ക് യു സോ മച്ച് സാർ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഓണത്തിന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനമാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് ആ മൂല്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായും ഈ പ്രോഗ്രാം അങ്ങ് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് ഒരു വൻ വിജയമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കുട്ടികളാവാൻ റെഡിയാണോ? അപ്പോൾ ഞാൻ ആ കുട്ടികളാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു പാട്ട് പ്ലേ ചെയ്യും. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സ്റ്റാച്ചു ഡാൻസ് ആണിത്. ആ പാട്ട് തീരുമ്പോൾ ഡാൻസ് നിർത്തണം. സാറിന് കൈയടിക്കാം, എങ്ങനെ വേണം നിൽക്കാം. ആ ഡാൻസ് നിർത്തുമ്പോൾ സാറ് വന്ന് ഇവരെയൊക്കെ ചിരിപ്പിക്കണം. അനക്കുന്നതാണ് ഗെയിം. അത് കഴിഞ്ഞാൽ അവർ അനങ്ങിക്കഴിഞ്ഞാൽ സാറ് ജയിച്ചു, ഗിഫ്റ്റ് കൊണ്ടുപോകാം വീട്ടിലേക്ക്. അപ്പം ഒരു പാട്ട് പ്ലേ ചെയ്യാം. സാർ ചിരിപ്പിക്കണം അവരെ. ഇപ്പോഴല്ല ഞാൻ പറയാം. ഡാൻസ് കളിച്ചോ, സാർ കളിച്ചോ. കറങ്ങിക്കോ. നിങ്ങൾ ആരെങ്കിലും ചിരിച്ചാൽ നന്നായിരുന്നേ. അങ്ങോട്ട് പറഞ്ഞോ. ചിരിക്കത്തില്ലേ? ഇവരാരും ചിരിക്കുന്ന ഒരു മൂടും കാണുന്നില്ല. അല്ല, ടിഷ്യൂ കൊടുക്കാന്ന് പറ. ഒരു ബണ്ടിൽ ടിഷ്യൂ കൊടുക്കാം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ചിരിക്കും കേട്ടോ. അവിടെ കൂടെ. എന്താ പേര്? പേരില്ലേ? നാളെ ചിരിച്ചു തുടങ്ങിയതാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഗിഫ്റ്റ് റെഡിയാണ്. ഇവിടെ മിൽമയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മിൽമയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കും ഇതിനകത്ത് എന്താണ് ഇത്രയും കൂടുതലായിട്ട് ഉള്ളതെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓണത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണിത്. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കമൻറ്റ് ഇടുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഇനി ഫ്ലവേഴ്സ് ഓണർദം നിങ്ങളുടെ ജില്ലയിലേക്ക് അടുത്ത് വരുന്നത്.